ഇറാൻ US ആണവ ചർച്ചകൾ തുടരുകയാണ്. അതിനിടെയാണ് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇസ്രായേൽ ഒരുങ്ങുന്നതായി റിപ്പോർട്ട് വന്നത്. എന്നാൽ ഇറാനെ ആക്രമിക്കരുതെന്ന മുന്നറിയിപ്പ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിന് നൽകിയെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ട്രംപ് തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇറാനെ ആക്രമിക്കരുതെന്ന് ഇസ്രായേലിനെ താൻ അറിയിച്ചതായി ട്രംപ് പറഞ്ഞു. ആണവ വിഷയത്തിൽ ഇറാനും അമേരിക്കയും തമ്മിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ആക്രമണം നടത്തുന്നത് അനുചിതമായിരിക്കും. നമ്മളൊരു പ്രശ്നപരിഹാരത്തിന് വളരെ അടുത്താണ്. ഇക്കാര്യം നെതന്യാഹുവിനെ അറിയിച്ചതായി ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ബോംബിട്ട് തകർക്കുമെന്ന് ഇസ്രായേൽ അടിക്കടി ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ട്രംപിൻ്റെ മുന്നറിയിപ്പ്. ഇസ്രായേൽ നടത്തുന്ന ഏതുതരം ആക്രമണത്തിനും ശക്തമായ തിരിച്ചടി തന്നെ ഉണ്ടാകുമെന്ന് ഇറാന് വ്യക്തമാക്കുന്നുണ്ട്. അതിനിടെ മരവിപ്പിച്ച ഫണ്ടുകൾ അമേരിക്ക വിട്ടുകൊടുക്കുകയും സിവിലിയൻ ഉപയോഗത്തിനായി യുറേനിയം ശുദ്ധീകരിക്കാനുള്ള അവകാശം അംഗീകരിക്കുകയും ചെയ്താൽ യുറേനിയം സമ്പുഷ്ടീകരണം ഇറാൻ താൽക്കാലികമായി നിർത്തിവെക്കാൻ തയ്യാറായേക്കുമെന്ന് 2 ഇറാൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്കയുമായൊരു രാഷ്ട്രീയ ധാരണ ഉടൻ ഉണ്ടാകുമെന്നും അവർ പറഞ്ഞതായി റോയിറ്റേഴ്സിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. 1 വർഷത്തേക്ക് യുറേനിയം സമ്പുഷ്ടീകരണം ഇറാൻ നിർത്തിവെക്കുമെന്നാണ് ഇറാൻ ഉദ്യോഗസ്ഥർ റോയിറ്റേഴ്സിനോട് വ്യക്തമാക്കുന്നത്. അതേസമയം ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകൾ നല്ല സൂചനയായിട്ടാണ് കാണുന്നതെന്ന് ഐക്യരാഷ്ട്രസഭയുടെ അറ്റോമിക് വാച്ച് ഡോഗ് വ്യക്തമാക്കി. ഒമാൻ്റെ മധ്യസ്ഥതയിലാണ് USഉം ഇറാനും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നത്. 5 റൗണ്ട് ചർച്ചകൾ ഇതിനകം പൂർത്തിയായി കഴിഞ്ഞു. റോമിലായിരുന്നു അവസാന ചർച്ച നടന്നത്. US പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫാണ് ഇറാൻ്റെ പ്രതിനിധി സംഘവുമായി 2 മണിക്കൂറിലധികം ചർച്ച നടത്തിയത്. ഇറാൻ്റെ ആണവ പദ്ധതികൾ USനും ഇസ്രായേലിനും ആശങ്ക ഉയർത്തുന്നതാണ്. പദ്ധതികളെ അട്ടിമറിക്കാൻ വർഷങ്ങളായി US ശ്രമിക്കുന്നു. ട്രംപ് രണ്ടാമതും US പ്രസിഡന്റായി അധികാരമേറ്റ ശേഷമാണ് ഇറാൻ US ആണവ ചർച്ചകൾ തുടങ്ങിയത്. ഒമാൻ്റെ മധ്യസ്ഥതയിലാണ് പരോക്ഷ ചർച്ചകൾ നടത്തുന്നത്. ചർച്ചകൾ വിജയകരമായിരുന്നെന്ന് ഇരുപക്ഷവും പറയുമ്പോഴും ഇരു രാജ്യങ്ങളും തമ്മിൽ വാക്പോരും തുടരുകയാണ്. അതിനിടെയാണ് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇസ്രായേൽ പദ്ധതിയിടുന്നതായി റിപ്പോർട്ടുകൾ വന്നത്. ഇറാനുമായി ആണവ കരാർ ചർച്ച ചെയ്യാൻ ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നതിനിടെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ നീക്കം. ദി ന്യൂയോർക്ക് ടൈംസാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഇറാൻ്റെ പ്രധാന ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൊണ്ട് ചർച്ചകൾ അവസാനിപ്പിക്കുമെന്ന ഭീഷണിയാണ് ബെഞ്ചമിൻ നെതന്യാഹു ഉയർത്തുന്നത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇറാൻ്റെ ആണവ പദ്ധതിയെ ചൊല്ലി ട്രംപും നെതന്യാഹുവും ഫോൺ സംഭാഷണം നടത്തിയെന്നും ഇരുവരും തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ട് വാഗ്വാദം ഉണ്ടായെന്ന റിപ്പോർട്ടിൽ പറയുന്നു. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് ഫലപ്രദമായി തടയുന്നത് എങ്ങനെയെന്നതിനെക്കുറിച്ചായിരുന്നു ഇരുവരും തമ്മിലുള്ള വാക്പോര്. തുടർന്ന് US ഉന്നത ഉദ്യോഗസ്ഥരും മുതിർന്ന ഇസ്രായേൽ ഉദ്യോഗസ്ഥരും തമ്മിൽ സമീപ ദിവസങ്ങളിൽ നിരവധി കൂടിക്കാഴ്ചകൾ നടത്തിയെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഇറാൻ്റെ ആണവ പദ്ധതി പരിമിതപ്പെടുത്താനുള്ള തൻ്റെ ശ്രമത്തെക്കുറിച്ച് ട്രംപ് പ്രതികരിച്ചത് അടുത്ത 2 ദിവസത്തിൽ എന്തെങ്കിലും നല്ലത് സംഭവിക്കാം എന്നാണെന്നും റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു. ട്രംപ് ഞായറാഴ്ചയാണ് ഈ അഭിപ്രായ പ്രകടനം നടത്തിയത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകളിൽ ഇസ്രായേൽ പങ്കാളിയല്ല. ആണവ വിഷയത്തിൽ ഇറാനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ട്രംപിനും നെതന്യാഹുവിനും ഉള്ളത്. ഇത് തന്നെയാണ് ഇരുവരും തമ്മിലുള്ള സംഘർഷത്തിനും കാരണമെന്നും ന്യൂയോർക്ക് ടൈംസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു.